ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനും ലിയക്കുട്ടിയും കൂടി എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. ലിച്ചൂസിനെ ലുലുവിനെയൊക്കെ സ്കൂളിലേക്ക് വിട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. വെറുതെ എന്തിനാ അവരുടെ സ്കൂൾ കളയുന്നതെന്ന് വിചാരിച്ചിട്ട് ലീവാക്കിയിട്ടൊന്നുമില്ല. അല്ലെങ്കിലും വീട്ടിലേക്ക് പോകണം എന്ന് ആഗ്രഹം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടോ. നമ്മൾ ആഗ്രഹിച്ചിട്ടും കാര്യമില്ലല്ലോ, എല്ലാവരുടെ സമ്മതം കിട്ടിയിട്ട് വേണ്ടേ നമുക്ക് വീട്ടിലേക്കൊന്ന് പോകാൻ. അപ്പോഴാണ് ഇന്നലെ എൻ്റെ ഏട്ടത്തി വിളിക്കുന്നത്. അവളുടെ വീടിൻ്റെ വാർപ്പാണ്, അതിന് ചെല്ലാനും വേണ്ടിയിട്ട്. അപ്പോൾ സന്തോഷമായി. ആ കാരണം പറഞ്ഞ് വീട്ടിലേക്കൊന്ന് പോകാമല്ലോ. വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടിയൊക്കെ നടക്കുന്നത്. പരിപാടി എന്ന് പറഞ്ഞാൽ വലിയ പരിപാടിയൊന്നുമല്ല കേട്ടോ. ചോറൊക്കെ അവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് അവളുടെ വീടും. എനിക്കിന്ന് പോസ്റ്റ് ഓഫീസിലും കൂടെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ പോകുമ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിയിലെടുത്ത വീഡിയോ ആണ് ഇട്ടത്. ഞങ്ങളുടെ നാട്ടിലെ പാടം കണ്ടപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ ഭാഗത്ത് കൂടെ പോയ പോസ്റ്റ് ഓഫീസിലേക്ക് പെട്ടെന്ന് എത്താം, അതുകൊണ്ടാണ് ഇതിൽ കൂടെ പോകുന്നത്. എന്തായാലും ഭാഗ്യത്തിന് കാടൊന്നും മൂടിയിട്ടില്ല കേട്ടോ, എല്ലാം വെട്ടി ശരിയാക്കിയിട്ടുണ്ട്. ഇതിന് മുന്നേ ഞാൻ ഇവിടെയൊക്കെ കാണിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെയൊക്കെ കാട് മൂടിയിട്ടായിരുന്നു കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ കാണുന്ന കെട്ടിടത്തിലാണ് പോസ്റ്റ് ഓഫീസൊക്കെ ഉള്ളത്. അതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ കാണുന്നത്. പോസ്റ്റ് ഓഫീസിലൊക്കെ പോയി വന്നപ്പോഴേക്കും ഞങ്ങൾക്കുള്ള ബസ് പോയിട്ടോ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നപ്പം ഒരു ഓട്ടോ കിട്ടി. ബസ്സിലൊന്നും കയറുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേര് എൻ്റെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇച്ചൂസിനോടും ലുലുവിനോടും ഞാൻ ഇങ്ങോട്ടാണ് പോരുന്നതെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ വീട്ടിലേക്കാന്ന് പറഞ്ഞാൽ 2 പേരും ലീവാക്കുന്നു. പിന്നെ കരച്ചിലായി ബഹളായി. വെറുതെ എന്തിനാ അതിന് നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് അവരോട് പറഞ്ഞിട്ടില്ല. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ഉത്സവമൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇവിടുത്തെ ഉത്സവത്തിന് കോമരന്മാരാണ് ഉണ്ടാവുക. അവരിങ്ങനെ തുള്ളും. അത് കാണാൻ നല്ല രസമാട്ടോ. അത് കാണാൻ വേണ്ടിയിട്ട് വരാറുണ്ടായിരുന്നു. രാത്രിയിലുള്ള പരിപാടിയൊന്നും കാണാൻ വരാറില്ല. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ ഉത്സവം കണ്ടിട്ടേ ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ വീടെത്താറായിട്ടുണ്ട്. നമ്മുടെ വീടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ട് കേട്ടോ. വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം നേരെ വന്നത് കിച്ചണിലോട്ടാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. നോക്കുമ്പോൾ ലേശം ചോറിരിപ്പുണ്ട്, മമ്പയർ ഉപ്പേരിയുണ്ട്, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചിക്കൻ പാർട്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ജ്യേഷ്ഠത്തിയുടെ വീടിൻ്റെ വാർപ്പാണെന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഇത് ദമ്മിട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും ആ ടൈമിൽ എനിക്കത് കിട്ടൂല എന്ന് ഉറപ്പായി. അപ്പം വേഗം ഞാൻ വെറും ചോറൊക്കെ വിളമ്പി അതിലേക്ക് നമ്മുടെ മമ്പയറും ചിക്കൻ പാർട്സൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനും ലിയക്കുട്ടിയും കൂടെ അത് കഴിച്ചു കേട്ടോ. ഇത് നമ്മുടെ ലിയക്കുട്ടിയും പിന്നെ എൻ്റെ അനിയത്തിയുടെ മോളാണ് കേട്ടോ. അവർ 2 പേരും കളിക്കുകയാണ്. അനിയത്തി ഇല്ല കേട്ടോ, അനിയത്തിക്ക് ഒരു ജോലിയുണ്ട്. ഇടക്കര ഒരു യുനാനി ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവൾ. അങ്ങനെ അവർ 2 പേരും കളിക്കുന്നുണ്ട്. അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. കളിക്കുന്നതിനിടയിൽ ചിലപ്പം വികൃതി കാണിക്കും. ഇതിൽ ഒരാൾ അനിയത്തിയുടെ മോനും ഒരാൾ ജ്യേഷ്ഠത്തിയുടെ മോനാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബിരിയാണി കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്മായിൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വരുന്ന വരവാണ് കേട്ടോ കാണുന്നത്. ശേഷം വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ ഞങ്ങൾക്കുള്ള ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ ആദ്യം അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നു ഓട്ടോയിൽ. അവിടുന്ന് ചെറി വന്ന് കൊണ്ടുപോവുകയാണ് കേട്ടോ ചെയ്യുന്നത്.
പണി കഴിഞ്ഞ് വരുമ്പം അതിലൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്